നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കോൺഗ്രസ് കൊച്ചി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം AICC അംഗം NK ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ കൂവപ്പാടത്ത് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ശാന്തി സന്ദേശയാത്ര യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മലർവാടി ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചിത്രരചനാ മത്സരം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കോൺഗ്രസ് കൊച്ചി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം AICC അംഗം NK ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കൊച്ചി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം NK ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. പാകിസ്ഥാന് കൊടുക്കാനുണ്ടായിരുന്ന 30 കോടി കൊടുക്കാനുണ്ടായിരുന്ന സംഖ്യ 3 കോടി രൂപ ഉടനെ തിരിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം സർക്കാരിൻ്റെ ആവശ്യപ്പെടുകയുണ്ടായി. ഇതൊക്കെയായിരുന്നല്ലോ ഗാന്ധിജിയെ വധിക്കാനുണ്ടായിരുന്ന പ്രേരണകളും നീട്ടിയ കാരണങ്ങളും. അങ്ങനെയുള്ള ഒരു അന്യമതസ്ഥരുടെ വികാരങ്ങളെ മാനിക്കുകയും അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമുക്കത് ഉണ്ടാകാറുണ്ട്. നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ നീതി എന്നത് അപ്പോൾ നഷ്ടപ്പെടും. ഇന്ന് നമ്മുടെ ജാതി, നമ്മുടെ മതം, അതിനാലും നമ്മുടെ ആൾ, ഇതാണ് ചിന്ത. DCC വൈസ് പ്രസിഡന്റ് TY യൂസഫ് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ PH നാസർ, AM അയൂബ്, M സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ വിഭാഗം തോപ്പുംപടിയിലാണ് മഹാത്മാഗാന്ധി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സഹമന്ത്രി പ്രൊഫസർ KV തോമസ് ജനങ്ങളുടെ നേതാവാണ്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരായി ഒരു ചെറിയ ആയുധം പോലും കയ്യിലേന്താതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ മഹാത്മജിയുടെ നേതൃത്വം എക്കാലത്തും ഓർമ്മിക്കപ്പെടും. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതസൗഹൃദത്തിൻ്റെയും അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ വിഭാഗം ബ്ലോക്ക് പ്രസിഡന്റ് AS ജോൺ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് R ത്യാഗരാജൻ, അഡ്വക്കേറ്റ് ജോസി സേവ്യർ, ഇസഡ് മൻസൂർ, കൗൺസിലർമാരായ ഷൈല തദേവുസ്, സെലിൻ പീറ്റർ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ കൂവപ്പാടത്ത് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷനാണ് ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചത്. ഗോൾഡൻ ക്രസന്റ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ് മട്ടാഞ്ചേരി കൂവപ്പാടം മാർക്കറ്റിന് സമീപം മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത്. MLA ഡൊമിനിക് പ്രസന്റേഷൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് ബിജു ആന്റണി അധ്യക്ഷനായി. കൗൺസിലർ TK ബാബു, VA ബാലകൃഷ്ണൻ, VB ഗിരീഷ്, അജിത് കുമാർ, കുഞ്ഞുമോൻ, രഞ്ജിത്ത്, റിനീഷ്, മുകേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ വർഷം 75,000 രൂപ മുടക്കിയ ഒരു വെങ്കൽ തീർത്ത ഒരു പ്രതിമയാണ് ഇന്ന് ഗാന്ധി അനാച്ഛാദനം കൊച്ചിയുടെ MLA ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് യോഗവും നടന്നു. VA ബാലകൃഷ്ണൻ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ശാന്തി സന്ദേശയാത്ര യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സീനിയർ അഡ്വക്കേറ്റ് NN സുഗുണപാലൻ ശാന്തി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജന ബോർഡ് ജില്ലാ യൂത്ത് സെന്ററിന്റെയും കുമ്പളങ്ങി യൂത്ത് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ശാന്തി സന്ദേശയാത്ര നടത്തിയത്. നാഷണൽ യൂത്ത് കോൺഗ്രസ്, DYFI, AIYF, യുവമോർച്ച, KYF, യൂത്ത് ഫ്രണ്ട് M, KSYF, KCYM, SNDP യൂത്ത് മൂവ്മെന്റ്, കേരള പുലയ യൂത്ത് മൂവ്മെന്റ് തുടങ്ങി നിരവധി സംഘടനകളുടെ പ്രതിനിധികൾ സ്വന്തം കൊടിയുമായി ശാന്തി സന്ദേശയാത്രയിൽ അണിനിരന്നു. ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ NN സുഗുണപാൽ ശാന്തി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. കുമ്പളങ്ങി തെക്ക് ഭാഗത്തു നിന്നും ആരംഭിച്ച യാത്ര ഇല്ലിക്കൽ ജംഗ്ഷന് സമീപം സമാപിച്ചു. സമാപന ചടങ്ങിൽ പ്രൊഫസർ CJ സേവ്യർ മുഖ്യ പ്രഭാഷണം നടത്തി. യുവശക്തി യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ PA സഗീർ, കുമ്പളങ്ങി യൂത്ത് ഫോറം ജനറൽ കൺവീനർ NT സുനിൽ, പ്രോഗ്രാം ഓഫീസർ ശ്രീലേഖ, വർഗീസ് ചക്കാലക്കൽ, കുമ്പളങ്ങി യൂത്ത് ഫോറം ട്രഷറർ എഡ്വേർഡ് ജസ്റ്റിൻ, NS സുമേഷ്, ശ്യാമപ്രസാദ്, അഡ്വക്കേറ്റ് ജിബിൻ ജോസഫ്, ജോസ് ജെബിൻ എന്നിവർ സംസാരിച്ചു. ആഭിമുഖ്യത്തിൽ കുമ്പളങ്ങി യൂത്ത് ഫോറവും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന എറണാകുളം ജില്ലയിൽ തന്നെ കേരളത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരു പ്രവർത്തനം
കാഴ്ചവെച്ചുകൊണ്ട് കുമ്പളങ്ങിയുടെ യുവാക്കൾ ഒരു മാതൃകയാക്കി, കേരള സംസ്ഥാനത്തിൽ തന്നെ കുമ്പളങ്ങിയിലെ യുവാക്കൾ ഒരു മാതൃകയാക്കിക്കൊണ്ടുള്ള ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കുമ്പളങ്ങിയിലും മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലുമാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഫോർട്ട് കൊച്ചി ടൂറിസം പ്രൊഫഷണൽ ക്ലബിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും DTPCയുടെയും സഹകരണത്തോടെയാണ് ഫോർട്ട് കൊച്ചി ബീച്ചിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഡെസ്റ്റിനേഷൻ ക്ലീൻ ഫോർട്ട് കൊച്ചി എന്ന് പേരിട്ട ശുചീകരണ പരിപാടി മേയർ ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. DTPC സെക്രട്ടറി ജയശങ്കർ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ആരണി കുര്യത്ര, സൗമിനി ജയൻ, പ്രശസ്ത ഫുട്ബോൾ കോച്ച് റൂഫസ് ഡിസൂസ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുമ്പളങ്ങി സായൂജ്യ സ്വയം സഹായ സംഘം ഇല്ലിക്കൽ ജംഗ്ഷൻ പരിസരവും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ സ്വയം സഹായ സംഘത്തിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു. വ്യാസപുരം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വ്യാസപുരത്തെ കുറ്റിക്കാടുകൾ വെട്ടിവൃത്തിയാക്കി. സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് ഉപഭോക്താക്കളുടെയും താവളമായ കുറ്റിക്കാട് പ്രദേശത്തെ നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് വെട്ടിമാറ്റിയത്. ഡിവിഷൻ കൗൺസിലർ VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. വ്യാസപുരം കൂട്ടായ്മ സെക്രട്ടറി ജയശങ്കർ, പ്രസിഡന്റ് KS ശ്രീജിത്ത് എന്നിവരും താനാജി ട്രസ്റ്റ് അംഗങ്ങളും ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. മട്ടാഞ്ചേരി മരക്കടവ് പ്രദേശത്ത് പുതുതായി രൂപവൽക്കരിച്ച റോയൽ ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മട്ടാഞ്ചേരി മരക്കടവ് അറവശാലയും പരിസരവുമാണ് റോയൽ ക്ലബ് അംഗങ്ങൾ ശുചീകരിച്ചത്. നഗരസഭാ കൗൺസിലർ TK അഷ്റഫ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ MHM അഷ്റഫ്, AH നിയാസ്, മുസ്ലിം ലീഗ് നേതാക്കളായ TK അക്ബർ, ഷംസു യാക്കൂബ് സെയ്ദ്, MH അസീസ്, PA ഷമീർ, PM മെഹനാസ്, A നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തോപ്പുംപടി സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം. കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ തിരുനാൾ പതാക ഉയർത്തി. പുനർനിർമ്മാണം പൂർത്തിയായ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളിന് കൊടികയറി. 131 സ്ത്രീകളടങ്ങുന്ന പ്രതിനിധി സംഘമാണ് തിരുനാൾ നടന്നത്. കൊടിയേറ്റത്തിന് ശേഷം നടന്ന സമൂഹ ദിവ്യബലിയിൽ ഫാദർ ഹെൻറി പോൾ മുഖ്യ കാർമ്മികനായി. ഫാദർ ക്ലെമൻ വള്ളുവശ്ശേരി സഹകാർമ്മികനായി. ഫാദർ ആന്റണി തൈവീട്ടിൽ തിരുനാൾ ദിന സന്ദേശം നൽകി. 7 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുനാൾ ഞായറാഴ്ച സമാപിക്കും. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പള്ളുരുത്തി ആദർശ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അവയവദാന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സാജൻ ചാക്കോ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആദർശ് റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച അവയവദാന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ R ത്യാഗരാജൻ, അഡ്വക്കേറ്റ് KN സുനിൽകുമാർ, C ജോസഫ്, ജയകുമാർ എന്നിവർ സംസാരിച്ചു. ബോധവൽക്കരണ ക്ലാസ്സിന് കാരുണ്യയാത്ര കോർഡിനേറ്റർ സാജൻ ചാക്കോ നേതൃത്വം നൽകി. ആ ഒരു പഴയ തലമുറയെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരുന്നു. ആ കൂട്ടുകുടുംബം, ആ സാഹോദര്യം, ആ ബന്ധം അതൊക്കെ വളരണമെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങൾ, മരം നട്ടുപിടിപ്പിക്കുന്ന കാര്യങ്ങൾ, ഗാർഡൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ. കുമ്പളം തേവരപാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കുമ്പളം റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ കുമ്പളം നോർത്തിൽ ഉപവാസ സമരം നടത്തി. സമരം N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കുമ്പളത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ കുമ്പളം തേവരപാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസ സമരം നടന്നത്. സമരം GCD ചെയർമാൻ N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമരത്തെ അഭിവാദ്യം ചെയ്ത് ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംസാരിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ അന്നത്തെ പൂർവികർക്ക് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളോ അതിനുള്ള സമരമുറകളോ സ്വീകരിക്കാൻ കഴിയാതെ പോയി. കാലഘട്ടങ്ങൾ പിന്നെയും കടന്നുപോയി. യുവതലമുറ പല ഘട്ടങ്ങളിലായി ഈ കുമ്പളം തേവര പാലത്തിന് വേണ്ടി തീവ്രമായ പരിശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിപ്പോന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് യാഥാർത്ഥ്യമായില്ല. പിന്നീട് വന്ന രാവിലെ ആരംഭിച്ച സമരം വൈകിട്ട് അവസാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AJ ജോസഫ് മാസ്റ്റർ നാരങ്ങാനീര് നൽകിക്കൊണ്ടാണ് ഉപവാസം അവസാനിപ്പിച്ചത്. കുമ്പളങ്ങിയിൽ രക്തദാന സേന രൂപവൽക്കരിച്ചു. കുമ്പളങ്ങി CK ദാമോദരൻ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലാണ് രക്തദാന സേന രൂപവൽക്കരിച്ചത്. ഇതോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ഇല്ലിക്കൽ നടന്ന രക്തദാന സേന രൂപവൽക്കരണ യോഗം CPIM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി TK വത്സൻ ഉദ്ഘാടനം ചെയ്തു. KK സുരേഷ് ബാബു അധ്യക്ഷനായി. CPIM കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA പീറ്റർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ പ്രദീപ്, മോഹനൻ മാസ്റ്റർ, മോഹൻലാൽ, ജോർജ് മാസ്റ്റർ, PA സഗീർ, KK പ്രഭാകരൻ, PB ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളോട് സഹകരിക്കാനും ഒക്കെ തയ്യാറാകണം. ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ മോഹൻലാലേട്ടനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങളൊന്ന് ഫോൺ ചെയ്ത് അത്യാവശ്യം ഞങ്ങൾക്ക് ഈ ഹാളൊന്ന് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ
തിരിച്ചു വിളിച്ച് ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനമായതുകൊണ്ട് ഞങ്ങളത് തരികയാണ്. ദേശീയപാത കുടിയൊഴിപ്പിക്കൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തിയിൽ കൂട്ടസത്യാഗ്രഹം സംഘടിപ്പിച്ചു. OB രവീന്ദ്രൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. തീരദേശവാസികളെ ഉന്മൂലനം ചെയ്യുന്ന ടൂറിസം റിസോർട്ട് മാഫിയകളെ സംരക്ഷിക്കുന്ന ദേശീയ ജലപാത നയത്തിനെതിരെയാണ് പള്ളുരുത്തി മാരമ്പള്ളി ക്ഷേത്രത്തിന് സമീപം കൂട്ടസത്യാഗ്രഹം സംഘടിപ്പിച്ചത്. സത്യാഗ്രഹം ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം മുൻ പ്രസിഡന്റ് OB രവീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ജലപാത കുടിയൊഴിപ്പിക്കൽ സമരസമിതി ചെയർമാൻ KV ഷൺമുഖൻ അധ്യക്ഷനായി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി N രാധാകൃഷ്ണൻ, TK തങ്കപ്പൻ, T രഘുവരൻ, അഡ്വക്കേറ്റ് V പത്മനാഭൻ, KD ദയാവരൻ, KB ഹർഷൻ, AV സുധീർ, PB ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. കൊട്ടുപള്ളിക്കാട് കൊട്ടുപള്ളി സഭയിൽ വെച്ച് നടത്തിയ ഒരു ധർണയിൽ എടക്കൊച്ചി ജ്ഞാനസഭ ഉൾപ്പെടുകയുണ്ടായില്ല. അന്ന് രാഷ്ട്രീയ നേതാക്കന്മാരും സഭാ നേതാക്കന്മാരും പങ്കെടുത്ത ഒരു ചർച്ചകളിൽ എടക്കൊച്ചി ജ്ഞാനോദയ സഭയെ കൊച്ചി രൂപത KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ മദ്യവിരുദ്ധ ബോധവൽക്കരണ പ്രാർത്ഥനാ പരിപാടി സംഘടിപ്പിച്ചു. ഫാദർ ജോസി കണ്ടനാട്ടുതറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ഫാദർ ജോസി കണ്ടനാട്ടുതറ ഉദ്ഘാടനം ചെയ്തു. അല്ലായെങ്കിൽ നാശത്തിൽ നിന്ന് നാശത്തിലേക്കുള്ള പ്രയാണം അധികകാലമൊന്നും നമുക്ക് കാണേണ്ടി വരില്ല, അതിനപ്പുറം അവസാനിക്കുമായിരുന്നു. മറിച്ച് ഇന്ന് ഇടവക തലത്തിലും രൂപതാതലത്തിലും സംഘടനാ തലത്തിലുമെല്ലാം ഇതേക്കുറിച്ചുള്ള ഒത്തിരിയേറെ അവബോധങ്ങളും ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രസിഡന്റ് CX ബോണി അധ്യക്ഷനായി. ഡയറക്ടർ ഫാദർ ആന്റണി അറക്കൽ, ഫാദർ സേവ്യർ J കാരുവള്ളി, ജോബ് തോട്ടുകടവിൽ, റൂഫസ് പീറ്റർ, പ്രൊഫസർ എസ്തർ റാഫേൽ, ബെന്നി ജോസഫ്, സിസ്റ്റർ ജമ്മ എന്നിവർ സംസാരിച്ചു. മലർവാടി ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചിത്രരചനാ മത്സരം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ നടന്ന ചിത്രരചനാ മത്സരം നഗരസഭാ കൗൺസിലർ TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. 800ഓളം കുട്ടികളാണ് 2 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. LKG മുതൽ 2ാം ക്ലാസ് വരെയും 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുമുള്ള കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരം കൊച്ചി നഗരസഭാ കൗൺസിലർ TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മലർവാടി രക്ഷാധികാരി AS മുഹമ്മദ്, MS ഷംസുദ്ദീൻ, VM സനീറ എന്നിവർ സംസാരിച്ചു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചലച്ചിത്ര ഗായകൻ അഫ്സൽ A നിഷാദ് എന്നിവർ ചേർന്ന് നൽകി. കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞ നാടക കലാകാരൻ PG ആന്റണിയുടെ ദേഹവിയോഗത്തിൽ ഫോർട്ട് കൊച്ചി പള്ളത്തുരാമൻ സാംസ്കാരിക കേന്ദ്രത്തിൽ ചേർന്ന കലാകാരന്മാരുടെ യോഗം അനുശോചനം രേഖപ്പെടുത്തി. PG ആന്റണിയുടെ സംസ്കാരത്തിന് ശേഷമാണ് പള്ളത്തുരാമൻ സാംസ്കാരിക കേന്ദ്രത്തിൽ അനുശോചന യോഗം ചേർന്നത്. യോഗത്തിൽ നാടകകൃത്ത് നെൽസൺ ഫെർണാണ്ടസ് അധ്യക്ഷനായി. നാടകകൃത്ത് ജോൺ ഫെർണാണ്ടസ്, ഗസൽ ഗായകൻ ഉമ്പായി, നാടകനടൻ IT ജോസഫ്, അസീസ് ബാവ, നാടക സംവിധായകൻ KM ധർമ്മൻ, കലാഭവൻ ഹനീഫ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. ഒട്ടുമുക്ക നാടകങ്ങളിലും അസിക്കയുടെ ഒപ്പവും ആൻറ്റിച്ചേട്ടൻ്റെ ഒപ്പവും അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻറ്റിച്ചേട്ടൻ്റെ ശാരീരിക ഭാഷ ഒരു പ്രത്യേകതയാണ്. അതിൽ രമണൻ്റെ മരണം ആസ്മരോഗിയായ SI ഉദാഹരണമാണ്. മറ്റൊന്ന്, നിങ്ങൾക്കൊക്കെ ശാകുന്തളം മതി എന്ന നാടകത്തിലെ അനസൂയ, അതിലെ തോഴി, ആ കാലും പൊക്കി പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന നിൽപ്പ്, അങ്ങനെ ഏത് ശാരീരിക ഭാഷയും ചലനങ്ങളും വളരെയധികം ഹാസ്യം ജനിപ്പിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കോൺഗ്രസ് കൊച്ചി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം AICC അംഗം NK ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ കൂവപ്പാടത്ത് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ശാന്തി സന്ദേശയാത്ര യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മലർവാടി ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചിത്രരചനാ മത്സരം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.